മനുഷ്യന് അവന്റെ മനസ്സ് ശുദ്ധിയാകണമെന്ന് മനസ്സിലാക്കി മനസ്സിന് മരുന്ന് കൊടുക്കാൻ, ചികിത്സിക്കാൻ, മനസ്സ് ശുദ്ധിയാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതുപോലെ മനുഷ്യന്റെ ശരീരം എപ്പോഴും തെറ്റിലേക്ക് ചാടി വീഴുന്ന ശരീരമാണ്. ആ തെറ്റിലേക്ക് ചാടി വീഴുന്ന ശരീരത്തെ പടച്ചവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ ശരീരത്തെ ബന്ധാക്കി വെക്കണം എന്നൊരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് 3 വിഷയങ്ങൾ ചെയ്യട്ടെ. അതിലൊന്നാണ് ഏത് സുഖങ്ങളെയും നിശ്ചലമാക്കി കളയുന്ന, ഏത് സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ, എല്ലാ സംഘങ്ങളെയും വേർപിരിച്ചു കളയുന്ന മരണത്തെ, സ്വന്തം ആൺമക്കളെയും പെൺമക്കളെയും യതീം കുട്ടികളാക്കി കളയുന്ന മരണത്തെ അവൻ ഓർമ്മിക്കുന്നത് വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. രാവിലെ എടുത്ത് ചുംബിച്ച ആ ചെറിയ പിഞ്ചുകുട്ടി വൈകുന്നേരം ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയാൽ ആ കുട്ടി യതീമാണെന്ന് മാത്രമല്ല, ആ കുട്ടി ബാപ്പ എന്ന് വിളിച്ച്, ഉമ്മ എന്ന് വിളിച്ച് സമീപത്തേക്ക് ഓടി വരുമ്പോൾ അതാ വീട്ടിലുള്ള ആളുകൾ കുഞ്ഞിനെ പിടിച്ച് മാറ്റുകയാണ്. കുട്ടി മയ്യിത്ത് കണ്ട് പേടിച്ചു പോകുമെന്ന് പറയുകയാണ്. രാവിലെ നീ ചുംബിച്ച ഈ ചെറിയ കുട്ടിക്ക് ഇപ്പൊ നിന്റെ അടുക്കലേക്ക് പ്രവേശനം കൊടുക്കാൻ തന്നെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. ഇനി നിന്നെയോ, നിന്നെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അവിടെ നീ ഒറ്റക്കാണ്. മരിക്കുമ്പോൾ നീ ഒറ്റക്കാണ്, മരിച്ചു കിടക്കുമ്പോൾ നീ ഒറ്റക്കാണ്. നിന്നെ അതാ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ നീ ഒറ്റക്കാണ്. എഴുന്നേറ്റ് വരുമ്പോൾ നിന്റെ കാര്യത്തിന് നീ ഒറ്റക്കാണ്. നിന്നോട് ചോദ്യം ഒറ്റക്കാണ്. അതേ, നിന്റെ നന്മയും തിന്മയും എഴുതിയ റിക്കാർഡുകൾ സ്വീകരിക്കുമ്പോൾ നീ ഒറ്റക്ക് തന്നെ സ്വീകരിക്കുകയാണ്. നിന്റെ നന്മയും തിന്മയും എഴുതിയത് തൂക്കുമ്പോൾ, നന്മ തിന്മ തൂക്കുമ്പോൾ നിന്റെ തൂക്കത്തിന് നീ തന്നെയാണ് ഉത്തരം പറയേണ്ടത്, നീ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. നരകത്തിന്റെ മേലെയുള്ള പാലം കടക്കുമ്പോൾ നീ ഒറ്റക്ക് തന്നെ കടന്നു പോകേണ്ടതാണ്. നിനക്ക് രംഗങ്ങൾ ഒരുപാട് മുന്നിൽ വരാനുണ്ട്. അതിന്റെ തുടക്കമല്ലേ നിന്റെ മരണമെന്ന് പറയുന്നത്. ആ മരണത്തെ നീ ഓർമ്മിക്കുന്നത് വർദ്ധിപ്പിച്ചാൽ നിന്റെ അഹങ്കാരം നീങ്ങിക്കിട്ടുന്നു, നിന്റെ അസൂയ നീങ്ങിക്കിട്ടുന്നു, നിന്റെ വൈരാഗ്യവും വിദ്വേഷവും നീങ്ങിക്കിട്ടുന്നു. പകവച്ച് നടക്കുന്നതും വർഗീയത കാണിക്കുന്നതും ഭീകരവാദം ഉന്നയിക്കുന്നതും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നതും സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കി നിന്ദിക്കുന്നതും പ്രായമുള്ളവരെ അവഗണിക്കുന്നതും നിസാരപ്പെടുത്തുന്നതും കുട്ടികളോടെ കാരുണ്യം കാണിക്കാതിരിക്കുന്നതും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരം കാണിക്കുന്നതും അധികാരത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഹുങ്ക് പറയുന്നതും എല്ലാം ഈ മരണത്തെ ഓർമ്മിപ്പിക്കുന്നത് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടോ. നിന്റെ വാശിയും നിന്റെ വഴക്കും നിന്റെ വക്കാണവും നിന്റെ അതാ വല്ലാത്ത നീളമുള്ള നാവും, അതേ നിന്റെ കണ്ണ് മിഴിച്ചുള്ള പേടിപ്പിക്കലും, നിന്റെ പല്ല് കടിച്ചുള്ള സംസാരവും, അതുപോലെ നിന്റെ ഇളിച്ചു കാട്ടിയുള്ള സ്വഭാവവും, മറ്റുള്ളവരെ കൂക്ക് വിളിക്കുന്ന സ്വഭാവവും, മാന്തിപ്പറിക്കുന്ന സ്വഭാവവും എല്ലാം മരണത്തെ ഓർമ്മിക്കാനുണ്ടോ? നിന്റെ മനസ്സ് ശുദ്ധിയാകുന്നു. രണ്ടാമതായി മനുഷ്യൻ വേണ്ട ഒരു കാര്യം എന്താണ്? മനുഷ്യൻ നന്നാകാൻ വഴിയൊരുക്കുന്ന ഒരു കാര്യം മരണം ആസന്നമായ സുഹൃത്തുക്കൾ, മരണം ആസന്നമായ ജനങ്ങൾ അവരുടെ ആ മരണസമയത്ത് അവിടെ ഒന്ന് പോയി ഹാജരായാൽ ഇങ്ങനെ ഒരവസ്ഥ എനിക്കുമുണ്ടല്ലോ എന്ന ചിന്ത വരുന്നു. നിനക്കതാ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ തോന്നുന്നു.
മൂന്നാമതായി മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാകാനുള്ള മാർഗമാണ് വസിയാറത്തു ഖുബൂരി അംവാതിൽ മുസ്ലിമീൻ. വസിയാറത്തു ഖുബൂരിൽ അംവാതിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളുടെ ആ മുഅ്മിനീങ്ങളെ ഖബർ സന്ദർശിക്കുന്നതും നിന്റെ മനസ്സ് നന്നാകാൻ, ആത്മീയ ബോധം കിട്ടാൻ കാരണമാകുന്നു. ഫഹാദിഹി സലാസതു ഉമൂരിൻ, ഇത് 3 വിഷയങ്ങളാണ്. യംബഗീ ലിമൻ ഖസാ ഖൽബുഹു, അതാ ഹൃദയം ഉറച്ചുപോയ മനുഷ്യന് ആവശ്യമാണ്. വലസിമഹു ദംബുഹു അൻ യസ്തഈന ബിഹാ അലാ ദവാഇ ദാഇഹി, അവന്റെ രോഗത്തിന് മരുന്നാണ്, ആത്മീയമായ ആരോഗ്യത്തിന് മരുന്നാണ് ഈ 3 വിഷയങ്ങളെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ വിവരിക്കുന്നു.